അവനൊരു പണിയില്ല. നിങ്ങളോട് ഞാൻ ഒന്നും പറയും. എന്താ ചേച്ചി ക്ലീറ്റോച്ചേട്ടൻ പോവോ? ഇല്ലടി, ഈ സമയമില്ലാന്ന്. എടി ഞാൻ എങ്ങനെ പോവും ലില്ലി മോളെ? എന്താ പോയാല്? ഇടി പരിപാടികൾ വേറെ കുറെ പരിപാടികളുണ്ട്. പരിപാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഏട്ടന് പോകാൻ പറ്റൂലെന്ന്. ആ അപ്പൊ അവന് പോകാൻ പറ്റൂല. ഒരു പണി എന്നാ ഒരു കാര്യം ചെയ്യാം, അവന് വേറെ ഏതെങ്കിലും ഒരു പോലീസുകാരനെ പറഞ്ഞു വിടാൻ പറ. പോലീസുകാരാണോ സാധനം മേടിക്കാൻ പോണത്? പിന്നെന്താ പോലീസുകാർ പോയി കൊടുക്കില്ലേ? അപ്പൊ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ കുറെ ഒരു പണിയില്ലായിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ ആൻസാർക്കാനെ വിട്. നന്നായി. അവരൊക്കെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. 100 പണിയായിട്ട് നടക്കുക ആൻസാർ നടാനൊക്കെ. കഷ്ടമാണ്. ഒരു കഷ്ടം. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ പദപ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള പരിപാടിയാണ്. അത് നിങ്ങൾ തള്ളവാരത്തിനാണ് അത് കയറി പൂരിപ്പിക്കാൻ പോയത്. ഇനി സമ്മാനം എന്തായിരിക്കും അറിയാമോ? പിള്ളേർക്ക് കളിക്കാനുള്ള വല്ല കളിപ്പാട്ടോ, ഏറി വന്ന ഒരു കൊടയോ. ഇവിടെ എത്ര പിള്ളേരുണ്ട്? അവര് കളിച്ചോളും. ഇത് പൂരിപ്പിക്കാൻ വലിയ വർത്താനം പറയണ്ട. മേടിച്ചോണ്ട് വരാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. അതാണ് ഞാൻ ചേട്ടനും പറ്റത്തില്ല, അവിടെ ഏട്ടനും പറ്റൂല. ചേച്ചി എന്തിനാ നിങ്ങളുടെ കാല് പിടിക്കണത്? നമുക്ക് ഒന്നെങ്കിൽ പോകാം, അല്ലെങ്കിൽ വേറെ വല്ല വഴി നോക്കാം. അതാണ് മിടുക്ക്. നിങ്ങൾ പോയി മേടിക്കും. ഞങ്ങൾക്ക് മിടുക്കുണ്ട്, അറിയാൻ പാടില്ല ഇത്ര നാളായിട്ട്. ഒന്നെ ആവശ്യമില്ലാതെ ഓരോ ഏടാ കൂടങ്ങൾ. പിന്നല്ലാതെ ഞാൻ പറയില്ല, ഞാൻ ഓരോ ആവശ്യം. മതി പോ, ഞങ്ങൾ എങ്ങനെ നിങ്ങൾ പോയി മേടിക്കും. നടക്കൂല, ഇന്ന് പോണ കാര്യം നടക്കൂല. ഓ നടക്കൂലെങ്കിൽ ഓടി ഞങ്ങൾ ഓടിക്കും. ഇനി മേലെങ്കിൽ ഇമാതിരിയുള്ള പദപ്രശ്നമായിട്ട് വരല്ലേ പൂരിപ്പിക്കുക. ഇനി ഞങ്ങൾ പൂരിപ്പിക്കുകയും ചെയ്യും, ഞങ്ങൾ പ്രൈസ് മേടിക്കുകയും ചെയ്യും, സമ്മാനം അവിടെ പോയി മേടിക്കുകയും മേടിക്കും. നിങ്ങൾ പോയി മേടിക്കും. കാണാം. നിങ്ങൾക്കൊന്നും ഇനി ഒരിക്കലും സമ്മാനം മേടിക്കില്ല. അപ്പൊ ഇന്ന് പോണ കാര്യം നടക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നടക്കുക എന്നും. ഇത് നടക്കൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പോകണം. എന്തൊരു സാധനങ്ങളാണ്. ഇതെന്ത് ചെയ്യും? പോകാല്ലേ? അല്ല അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സമ്മാനം പോയി മേടിക്കണ്ടേ? പോണ്ടേടി. നീ ഇവിടെ ഇങ്ങോട്ട് വാ. എന്താടി, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളെന്താ മനുഷ്യനിട്ട് കൊട്ടം കളിപ്പിക്കുക? ക്ലീറ്റോനും ഒഴിവില്ല, കനകനും ഒഴിവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞോണ്ടല്ലേ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ അവിടെ പോയത്. സത്യമായിട്ടും എനിക്ക് അറിയത്തില്ലായിരുന്നു അമ്മാവ ഏട്ടൻ പോയി മേടിക്കുമെന്ന്. ഏട്ടൻ അതുവഴി എങ്ങാണ്ട് പോയപ്പോഴത്തേക്ക് പോയി മേടിച്ചതാ. പിന്നെ എന്തിനാടി ഈ സമ്മാനത്തിലുള്ള മെസ്സേജ് നീ കനകന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത്? അത് നേരത്തെ അയച്ചതാ. അത് അയച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഏട്ടൻ പറഞ്ഞത് എനിക്ക് പോയി മേടിക്കാൻ പറ്റൂല എന്ന്. അപ്പൊ സാരമില്ല, കഴിഞ്ഞല്ലോ. എന്ത് കഴിഞ്ഞല്ലോ? എന്റെ സമയത്തിനൊരു വില ഉണ്ട്. നിന്റെയൊക്കെ കെട്ടുവനെ പോലെ തെക്ക് മടക്ക് നടക്കല്ല ഞാൻ. ഇന്ന് 2 ആളെ നിർബന്ധിച്ച് പണിക്ക് വിളിച്ച ചീരത്തോട്ടത്തിലേക്ക്. നിങ്ങളിത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഇല്ലാണ്ട് പണി നടക്കില്ല പറഞ്ഞ് അവർ 2 ആളും തിരിച്ചു നോക്കളാൻ പറഞ്ഞു. ആ നഷ്ടം, ആ സമയം നഷ്ടം. അവിടുന്ന് 800 ഉറുപ്പ്യ കൊടുത്തു ഈ പത്ര ഓഫീസിലേക്ക് ഞാൻ ഈ സമ്മാനം മേടിക്കാൻ കാറ് വിളിച്ചു പോവാൻ. അവിടെ ചെന്ന് നോക്കിയപ്പോ ഇല്ല. ആ കാശ് നഷ്ടം. ബസ്സിന് പോയപ്പോ ബസ്സിന് പോവാ. ഇനിയിപ്പൊ ഇച്ചിരി ഞങ്ങൾ എന്ത് ചെയ്യാം? ഇതൊക്കെ വാക്ക് കേട്ട് നടന്ന എന്നെ ഭയങ്കര സന്തോഷമായി. ഈ കപ്പലിന്റെ പോയിക്കൊണ്ടിരുന്ന പത്രം പോലും നിവർത്തി നോക്കാത്ത എൻ്റെ പെങ്ങളും ഭാര്യയും അമ്മായിയൊക്കെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പദപ്രശ്നം പൂരിപ്പിക്കാനെങ്കിലും പത്രം നോക്കിയല്ലോ. സന്തോഷമായി. സമ്മാനം ലഭിച്ചതിന് നിങ്ങൾക്ക് ഞാൻ പോയി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. നടി എനിക്ക് വേണ്ട, ലില്ലിക്ക് കൊടുത്തേക്ക്. ചേച്ചിയുടെ ഫോണിൽ നിന്നല്ലേ ചേച്ചി അമ്മായി? അല്ല, അമ്മായി മേടിച്ചോ. എനിക്ക് വേണ്ട. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ പോയി മേടിച്ചത്? ഇപ്പോ നിന്നോട് പറഞ്ഞോ പോയി മേടിക്കാൻ? നീ അപ്പൊ എന്താ പറഞ്ഞു? എനിക്ക് പറ്റില്ലാന്നല്ലേ പറഞ്ഞു. അന്നേരം എനിക്ക് പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ അതുവഴി ഒരു ആവശ്യമായിട്ട് പോയപ്പോ കയറി മേടിച്ചിരുന്നു. അവരാ സമ്മാനം മേടിക്കണം, ഞാനൊന്ന് കാണട്ടെ. അല്ലേ ഇവിടെ ആവശ്യത്തിലധികം പ്രശ്നമുള്ള വീടാണിത്. അതിനിടയ്ക്കാണ് നിന്റെ പദപ്രശ്നം. ഈ പദപ്രശ്നത്തിന്റെയും പത്രത്തിന്റെയും പേരിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് തെറി കേട്ടോണ്ടിരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഈ സമ്മാനം ശരിച്ചിരിക്കട്ടെ കേട്ടാ. സമ്മാനം വാങ്ങാൻ പറഞ്ഞു.